ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിലൊരു ഭാരമില്ലാത്ത ഫീലിംഗ്. വയറിൽ യാതൊരു അസ്വസ്ഥതയുമില്ല. മുഖത്ത് സ്വാഭാവികമായ ഒരു തിളക്കം. ദിവസം മുഴുവൻ എനർജി. തലച്ചോറിൽ ക്ലാരിറ്റി. ഇത് സ്വപ്നമല്ല. ഇത് നിങ്ങളുടെ ശരീരം ഉള്ളിൽ ശരിയായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാഭാവിക അവസ്ഥയാണ്. പക്ഷെ നമ്മളിൽ പലർക്കും യാഥാർത്ഥ്യമെന്താണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വയറിലെ അസ്വസ്ഥത, ബ്ലോട്ടിംഗ്, ഗ്യാസ്, അസിഡിറ്റി, ചിലപ്പോൾ മലബദ്ധം, ചിലപ്പോൾ നിയന്ത്രിക്കാനാകാത്ത വയറിളക്കം, അതിനൊപ്പം ക്ഷീണം, ചൊറിച്ചിൽ, സ്കിൻ പ്രശ്നങ്ങൾ. ഇതെല്ലാം വേറിട്ട പ്രശ്നങ്ങൾ പോലെ തോന്നിയാലും അവയുടെ തുടക്കം പലപ്പോഴും ഒരിടത്താണ്: നമ്മുടെ ഗട്ട്. ഞാൻ ഡോക്ടർ തങ്കു. നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കേന്ദ്രം നമ്മുടെ ദഹന സംവിധാനമാണ്. നമ്മുടെ വയറിനെയും ആന്ത്രങ്ങളെയും വെറും ഭക്ഷണം കടന്നു പോകുന്ന ഒരു പൈപ്പ് ലൈനായി കരുതരുത്. അതൊരു ജീവിക്കുന്ന ഇക്കോസിസ്റ്റമാണ്. ലക്ഷക്കണക്കിന് കോടി സൂക്ഷ്മജീവികൾ അവിടെ ജീവിക്കുന്നു. അവയെ ചേർന്നാണ് ഗട്ട് മൈക്രോബയോട്ട് എന്ന് പറയുന്നത്. ഇവ വെറും സഹവാസികളല്ല, ഇവ നമ്മുടെ ആരോഗ്യ പങ്കാളികളാണ്. ഈ നല്ല ബാക്ടീരിയകൾ ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നു, ചില പ്രധാന വൈറ്റാമിനുകൾ നിർമ്മിക്കുന്നു, നമ്മുടെ പ്രതിരോധശേഷിയെ നിയന്ത്രിക്കുന്നു, ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു, അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കവുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് ഗട്ട് ബ്രെയിൻ ആക്സിസ്. നിങ്ങളുടെ മാനസികാവസ്ഥ പോലും നിങ്ങളുടെ ഗട്ടുമായി ബന്ധപ്പെട്ടിരിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില സാധാരണ ശീലങ്ങൾ ഈ സമതുലിതാവസ്ഥയെ തകർക്കുന്നു. പ്രോസസ്സ് ചെയ്ത ഭക്ഷണം, അനിയന്ത്രിതമായ ഭക്ഷണ സമയം, അധിക പഞ്ചസാര, ഉറക്കക്കുറവ്, സ്ഥിരമായ മാനസിക സമ്മർദ്ദം, ഇവ ചേർന്ന് ഗട്ടിലെ നല്ല ബാക്ടീരിയ കുറയുകയും ദോഷകരമായ ബാക്ടീരിയ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ ഡിസ്ബയോസിസ് എന്ന് പറയുന്നു. ഡിസ്ബയോസിസ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദഹനം ശരിയായി നടക്കില്ല. പോഷകങ്ങൾ ശരീരത്തിൽ ശരിയായി ആഗിരണം ചെയ്യപ്പെടില്ല. ചെറിയ തോതിലുള്ള ഇൻഫ്ലമേഷൻ ശരീരത്തിൽ തുടർച്ചയായി ഉണ്ടാകും. ചിലപ്പോൾ ഗട്ട് ലൈനിങ് ദുർബലമായി ലീക്കി ഗട്ട് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാം. ഇതിലൂടെ അനാവശ്യമായ ഘടകങ്ങൾ രക്തത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ചിലർക്ക് സ്ഥിരമായ ക്ഷീണം, സ്കിൻ പ്രശ്നങ്ങൾ, ആവർത്തിച്ചുള്ള അസുഖങ്ങൾ എന്നിവ കാണുന്നത്. ഇത് ഭയപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്, ബോധവൽക്കരണത്തിനാണ്. കാരണം ഗട്ട് ശരിയാക്കാൻ കഴിയും. ശരീരം സ്വയം പുതുക്കാനുള്ള ശേഷിയുള്ളതാണ്. നമ്മളതിന് ശരിയായ പിന്തുണ നൽകണം. ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയയെ പോഷിപ്പിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫൈബറാണ്. ഫൈബർ ചെറിയ ആന്ത്രത്തിൽ ദഹിക്കാതെ വലിയ ആന്ത്രത്തിലെത്തി നല്ല ബാക്ടീരിയയുടെ ഭക്ഷണമാക്കുന്നു. അവ ഇത് പിളർത്തി ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നിർമ്മിക്കുന്നു. ഈ ഘടകങ്ങൾ ഗട്ട് ലൈനിങ് സംരക്ഷിക്കുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ദിവസവും പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുവൻ ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, കൂടാതെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഫെർമെൻറ്റഡ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇതൊരു ഫാഷൻ ഡയറ്റല്ല, ഇത് അടിസ്ഥാന ജൈവശാസ്ത്രമാണ്. രണ്ടാമതായി, നിങ്ങളുടെ ദഹനത്തിൻ്റെ ഋതം ശരിയാക്കുക. നമ്മുടെ ശരീരത്തിനൊരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ഭക്ഷണം ദിവസവും അനിയന്ത്രിത സമയത്ത് കഴിച്ചാൽ ആസിഡ് സിക്രഷൻ ബാലൻസ് തെറ്റും. അതിലൂടെ ആസിഡിറ്റി, ബ്ലോട്ടിംഗ് എന്നിവ ഉണ്ടാകും. അതിനാൽ രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. രാത്രി ലഘുഭക്ഷണം തിരഞ്ഞെടുക്കുക. ഉറങ്ങാൻ കുറഞ്ഞത് 2 മണിക്കൂർ മുൻപ് ഭക്ഷണം അവസാനിപ്പിക്കുക. ഇത് ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷേ എൻസൈം സിക്രഷനും ദഹന കാര്യക്ഷമതയും ഇതിൽ ആശ്രയിക്കുന്നു. മൂന്നാമതായി, നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ ഉയരും. കോർട്ടിസോൾ ഉയർന്നാൽ ദഹനം മന്ദഗതിയിലാകും. ഗട്ട് മോട്ടിലിറ്റി മാറും. ചിലർക്ക് സ്ട്രെസ് ഉണ്ടായാൽ ഉടൻ വയറിളക്കം വരും, ചിലർക്ക് മലബദ്ധം. ഇത് യാദൃശ്ചികമല്ല. നിങ്ങളുടെ ഗട്ടും മസ്തിഷ്കവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധമാണ് കാരണം. അതിനാൽ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റ് ആഴത്തിലുള്ള ശ്വാസവ്യായാമം ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. സ്ഥിരമായ ശരീരചലനം, കുറഞ്ഞത് 30 മിനിറ്റ് നടക്കൽ ഉൾപ്പെടുത്തുക. ഇത് ആഡംബരമല്ല, ജൈവ ആവശ്യമാണ്.
നമ്മൾ പലപ്പോഴും ലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നു. ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസ് ടാബ്ലറ്റ്, ആസിഡിറ്റി ഉണ്ടെങ്കിൽ ആൻറ്റാസിഡ്. പക്ഷേ അടിസ്ഥാനം ഗട്ട് ഹെൽത്ത് പരിഗണിക്കാറില്ല. നിങ്ങളിന്ന് കേട്ട ഈ 3 കാര്യങ്ങൾ, നല്ല ബാക്ടീരിയയെ പോഷിപ്പിക്കുക, ദഹന റിതം ശരിയാക്കുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, സ്ഥിരമായി പാലിച്ചാൽ നിങ്ങളുടെ ശരീരം പ്രതികരിക്കും. നിങ്ങൾക്ക് തന്നെ മാറ്റം അനുഭവപ്പെടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളിലെ ലാഘവം നിങ്ങൾ തിരിച്ചറിയും. ഇത് കേട്ടിട്ട് മറക്കരുത്. ഇന്ന് തന്നെ ആരംഭിക്കുക. ചെറിയ മാറ്റങ്ങൾ തന്നെ വലിയ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനെ സംരക്ഷിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കൂടുതൽ ശാസ്ത്രീയവും പ്രായോഗികവുമായ ആരോഗ്യ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർ തങ്കു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് ജീവിതം തന്നെ മാറ്റാൻ കഴിയും.